ഹായ് മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം ജെ എക്സാം 2 ഫേസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ജെ ഫേസ് 1 ജാനുവരിയും അതേപോലെ ജെ ഫേസ് 2 ഏപ്രിലാണ് എക്സാം എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്യുക. അപ്പം ഈ ഫേസ് 1 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാനുവരി ആകുമ്പോഴത്തേനും എല്ലാ കുട്ടികളും എല്ലാം പഠിച്ച് തീരണമെന്നില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. ലോ സ്കോർ ചെയ്താൽ പോലും അത്യാവശ്യം നല്ല പെർസെൻറ്റേജിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, ജാനുവരി ഫോക്കസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നമുക്കിനി ജാനുവരിയിലോട്ട് കടക്കാൻ ഏകദേശം ഒരു 3 മാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ പഠിച്ച ചാപ്റ്റേഴ്സ് ഏറെക്കുറെ എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ മറന്നിട്ട് കാര്യങ്ങൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാനും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ടർ എന്താ, പ്രോപ്പറായിട്ടുള്ള റിവിഷനാണ്. ഈ റിവിഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പോലെ തന്നെ അത്രയും സമയം എടുത്തിട്ടാണ് റിവിഷൻ ചെയ്യുക? അല്ല. ആദ്യം നമ്മൾ തിയറിയും കൺസെപ്റ്റൊക്കെ ഏകദേശം എല്ലാം കറക്റ്റാക്കി പഠിച്ചൊരു കുട്ടിക്ക് അടുത്ത റിവിഷൻ അത്ര സമയം വേണ്ടി വരില്ല. തിയറിക്ക് സമയം കുറച്ചിട്ടും അതേപോലെ പ്രോബ്ലത്തിലൂടെ അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ എന്ത് ചെയ്യുക, തിയറി സെറ്റാക്കി എടുക്കുക. അതാണ് നിങ്ങൾ പൊതുവേ റിവിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യേണ്ടത്. ആക്ച്വലി XPL JE എന്നുള്ള പ്രോഗ്രാമും സൈലം അങ്ങനെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഓരോരോ ചാപ്റ്ററിനും 2.5 hour എന്ത് ചെയ്യും, പ്ലാൻ ചെയ്തിട്ട് ആ 2.5 hourൽ നമ്മൾ ആ ചാപ്റ്ററിന് കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, പാർട്ടീഷൻ ചെയ്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട തിയറി ഏതാണെന്നും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്നും പിന്നെ ഇതിന് മുന്നേ എക്സാം നടത്തിയിട്ടുണ്ടല്ലോ JE എക്സാമൊക്കെ, ആ JE എക്സാമിന് ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആ ഒരു 2.5 മണിക്കൂറിനെ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്ലാൻ ചെയ്തിട്ട് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബാച്ച് ആരൊക്കെ ഉപകാരപ്പെടുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നൊരു കുട്ടിക്ക്, ഏകദേശം കൺസെപ്റ്റും തിയറിയൊക്കെ ഏകദേശം അറിയുന്നൊരു കുട്ടിക്ക്, ജസ്റ്റ് ഒരു അവസാനത്തെ ഒരു പുഷ് കിട്ടാൻ ആഗ്രഹമുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ബാച്ചിനെ കൊണ്ട് ഉപകാരപ്പെടുക. അതായത് ഏകദേശം കൺസെപ്റ്റ് എല്ലാം ഓക്കെയാണ്, പക്ഷേ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഏത് തിയറിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അതിലൊക്കെ ഡൗട്ടുള്ള കുട്ടികൾക്ക് ഈ ബാച്ച് വളരെ അധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ട, മാക്സിമം എന്ത് ചെയ്യുക, റിവിഷൻ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങളെ റാങ്ക്. നിങ്ങൾ ഫസ്റ്റ് പഠിക്കുന്നതിൻ്റെ ഒരു ഡബിൾ എഫേർട്ട് നിങ്ങൾ ലാസ്റ്റിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റാങ്ക് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതുകൊണ്ട് മറക്കണ്ട, ഫേസ് 1 ജാനുവരി നടക്കുന്ന എക്സാം പൊതുവെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം ആരും അധികം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ ഏറെക്കുറെ എല്ലാം പഠിച്ച് സെറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ സ്കോർ ചെയ്താൽ പോലും അത്യാവശ്യം നല്ല പെർസെൻറ്റേജിലോട്ട് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് സൈലം XPL JE എന്നുള്ള ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുവരെ അഡ്മിഷനൊന്നും എടുക്കാത്തവരുണ്ടെങ്കിൽ, അത്യാവശ്യം കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളാണെങ്കിൽ, ലാസ്റ്റിലൊരു പുഷ് വേണമെന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ ബാച്ചിൽ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്.